കൊണ്ടുപോയിട്ട് ഇറക്കുവാണ് കേട്ടോ നമ്മുടെ സിദ്ധാർത്ഥ്. വണ്ടി കൊണ്ടുപോയിട്ട് സാധാരണയായിട്ട് നിർത്തുന്നത് ആളൊക്കെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് മാറിയിട്ടായിരുന്നു. എന്നാൽ ഇത്തവണ നമ്മുടെ നീലിമയെ കൊണ്ടുപോയിട്ട് ഓഫീസിന്റെ മുന്നിലാണ് കേട്ടോ നമ്മുടെ സിദ്ധു ഇറക്കുന്നത്. കാറ് അവിടെ നിർത്തി ഉടനെ തന്നെ നീലിമ ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധാർത്ഥ് ഇത്? സാധാരണ എന്നെ വിടുന്നത് പോലെ വിട്ടാ പോരായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീലിമ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ എന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. സിദ്ധു, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കണം. എനിക്ക് സിദ്ധാർത്ഥിന്റെ കൂടെ വരുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ആരെങ്കിലും കണ്ടാലോ, ഇപ്പോ ഗീതാഞ്ജലി തന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ള കാര്യം അറിയില്ലേ? അവർക്ക് ഓൾറെഡി എന്നോട് ദേഷ്യമുള്ളതാണ്. അതിന്റെ കൂടെ ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സിദ്ധു ഉണ്ടാവുന്നത്? ഓൾറെഡി അവർക്ക് എന്നോട് ഒരുപാട് ദേഷ്യമുണ്ട്. ഇപ്പോ ഇങ്ങനെ കൂടി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവര് എന്നെ സിദ്ധുവിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ സിദ്ധു എന്നിൽ നിന്ന് അകന്നു പോകുന്നത് തനിക്ക് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമില്ല എന്ന് നീലിമ തുറന്നു പറയുമ്പോൾ സിദ്ധാർത്ഥിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, നമ്മുടെ നീലിമയ്ക്ക് സിദ്ധുവിൽ നിന്ന് അകന്നു പോകേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയം ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം. തുടർന്ന് സിദ്ധു പറയുന്നുണ്ട് കേട്ടോ, അതൊക്കെ നീ വിട്ടേക്ക്, എന്തായാലും ഇപ്പൊ നീ ഇവിടെ ഇറങ്ങിക്കോ. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ജീവിതാവുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ തരണം ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ നിന്നെ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ നീലിമയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ടാണ് കേട്ടോ സിദ്ധു പറയുന്നത്. തുടർന്ന് നീലിമ പറയുന്നുണ്ട് കേട്ടോ, സമയം വൈകി ഓഫീസിൽ കയറാനുള്ളത്. സിദ്ധു ഓണർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓഫീസിൽ പോകാം. എന്നാൽ ഞാൻ അങ്ങനെയല്ലല്ലോ. എന്തായാലും ഞാൻ പോട്ടെ, വൈകിട്ട് കാണാം എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞിട്ടാണ് കേട്ടോ നീലിമ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. നീലിമ പോകുന്നത് കുറച്ചു നേരം നമ്മുടെ സിദ്ധു നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഡ്രൈവറെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ കിരൺ എത്ര നേരമായി നോക്കി നിൽക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നമ്മൾ കാർ ഇവിടെ നിർത്തിയത് മുതൽ സർ അവൻ നോക്കി നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഡ്രൈവർ പറയാണ് കേട്ടോ. ശരി, എന്തായാലും ഇനിയുള്ള കാര്യം അവൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സിദ്ധു വണ്ടി എടുക്കാൻ വേണ്ടി ഡ്രൈവറെ അടുത്ത് പറയാണ്. സിദ്ധുവിന്റെ കാർ ഇങ്ങനെ പോകുന്ന സമയത്ത് കിരണാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ അവളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, എന്നാ അവള് സിദ്ധാർത്ഥിന്റെ അടുത്ത് കൊഞ്ചി കുഴഞ്ഞു വരുന്നത് കണ്ടില്ലേ? അവൾക്ക് അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യമാണ് തോന്നുന്നത്. എന്നാ അവക്ക് എന്നെ എന്താ ഇഷ്ടമില്ലാത്തത്? ഓ, സിദ്ധാർത്ഥ് എന്നേക്കാൾ വലിയ പണക്കാരനാണല്ലോ അല്ലെ? അല്ലെങ്കിലും അവന് കിട്ടുന്നതെല്ലാം ബെസ്റ്റാണ്. പക്ഷെ സോറി സിദ്ധാർത്ഥ്, ഇത് ഞാൻ നിന്നിൽ നിന്ന് തട്ടിപ്പറിക്കും എന്നുള്ള രീതിയിലാണ് കേട്ടോ കിരൺ ചിന്തിക്കുന്നത്. തുടർന്ന് കിരൺ കാറിൽ നിന്ന് ഇറങ്ങി ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. പോകുന്ന വഴിയെ നീലിമയുടെ ക്യാബിനിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഓഫീസ് ക്യാബിനിൽ ചെന്നിരുന്ന ഉടനെ തന്നെ സാമിനെ വിളിക്കുകയാണ്. ക്യാബിനിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. സാം ക്യാബിനിലേക്ക് എത്തിയ ഉടനെ തന്നെ കിരൺ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ സാം ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. പൊതുവെ സാം ആണെന്നുണ്ടെങ്കിൽ നല്ല കെറ്റപ്പിലായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോ ആ കെറ്റപ്പ് ഒന്നുമില്ല, ആളാകെ വാടി മുഖത്തൊരു സന്തോഷമൊന്നും ഇല്ലാത്ത മട്ടിലാണ് കേട്ടോ അവിടെ ജോലി ചെയ്യുന്നത്. അതിനെക്കുറിച്ച് കിരൺ ചോദിക്കുമ്പോഴേക്കും സാം ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, സാറിനറിയാലോ ഇവിടെ ഞാൻ എത്ര ഇഷ്ടത്തോടെയായിരുന്നു എന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം. എന്നാൽ ഇപ്പൊ എന്റെ അവസ്ഥ തന്നെ സാറിന് അറിയില്ലേ? അപ്പോഴേക്കും കിരൺ മനസ്സിലായി എന്ന മട്ടിൽ പറയാണ് കേട്ടോ. തുടർന്ന് സാം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീലിമ കാരണം എനിക്ക് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? അതുമാത്രോ താനിവിടെ വലിയ രാജാവിനെ പോലെ വാഴ്ന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ആ തന്നെ അടിച്ചമർത്താൻ നീലിമയ്ക്ക് എവിടുന്ന ധൈര്യം കിട്ടിയതെന്നൊന്നും അവൻ അറിയില്ല. അത് മാത്രോ കിരണാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാമിന്റെ അടുത്ത് ഈ അവസ്ഥയെ കുറിച്ചിട്ട് ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. അയാള് അന്ന് പ്രശ്നം വന്ന സമയത്ത് സാമിനെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അന്ന് കിരൺ തന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഒരിക്കലും സാമിന് ഈ അവസ്ഥയിലേക്ക് വരില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ സാം ചിന്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ കിരണാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാമിന്റെ അടുത്ത് ആ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, അതൊരുമാതിരി കുത്തുന്ന പോലെയാണ് നമ്മുടെ സാമിന് തോന്നുന്നത്. ഇങ്ങനെ കിരൺ സപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും സാം കിരണിനെ എതിർത്ത് ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. തുടർന്ന് കിരൺ സാമിനോട് പറയുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടന്നു, എന്ത് ചെയ്യാനാ, ആ സാഹചര്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അത് നീ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ സാഹചര്യത്തിൽ അന്ന് നീലിമയെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ സാമിന് കിരണിനോട് നല്ല ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇനിയും എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാല് കിരൺ തന്റെ കൂടെ നിന്നാലോ എന്നുള്ള ഒരു പ്രതീക്ഷയോടാണെന്ന് തോന്നുന്നു. സാം പറയുന്നുണ്ട്, എനിക്കറിയാം കിരൺ, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം. നിങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കമ്പനിയിൽ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ദേഷ്യം മൊത്തം നീലിമയോടാണ്. അത് ഒരിക്കലും ഞാൻ മറക്കില്ല. അത് മാത്രമല്ല, ഇനിയും കിരണിന് എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും സാമലക്സ് കൂടെ നിൽക്കുന്നുള്ള കാര്യം കൂടി പറയാണ് കേട്ടോ. സാം പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും കിരണാണെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ചിട്ട്, എനിക്കറിയാം നിന്നെ പോലെ എന്തിനും എന്റെ കൂടെ നിൽക്കുന്ന ആളെയാണ് എനിക്ക് ആവശ്യം. എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. ആ നീലിമ കുറെ നാളായിട്ട് ഓഫീസിലേക്ക് വരാറില്ലായിരുന്നല്ലോ, ഇപ്പോ അവൾ വന്നിട്ടുണ്ടല്ലോ എന്ന് കിരൺ ചോദിക്കുമ്പോൾ, അതെ സാർ, അവൾ വരാറില്ലായിരുന്നു, പക്ഷെ ഇന്ന് വന്നിട്ടുണ്ട്. സാം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കിരണാണെന്നുണ്ടെങ്കിൽ നീലിമയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ ചിന്തിക്കുന്നത്. അവള് ഇത്രയും ദിവസം ലീവ് എടുത്തിട്ട്
സിദ്ധാർത്ഥിന്റെ കൂടെ കറങ്ങുമായിരുന്നു എന്നുള്ള കാര്യം തോന്നുന്നു. സിദ്ധാർത്ഥിന് പണം കൂടുതൽ തന്നെയാണ്, പക്ഷെ അവൾക്ക് വേണ്ടത് എല്ലാം ഞാൻ കൊടുക്കുമായിരുന്നല്ലോ. എങ്ങനെയും അവളെ തനിക്ക് സ്വന്തമാക്കണം, എന്നിട്ട് വേണം സിദ്ധാർത്ഥിന് മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കിരൺ ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് സാമിന്റെ അടുത്ത് പറയുന്നുണ്ട്, സാം പറഞ്ഞത് ശരി തന്നെയാണ്. ആ നീലിമയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അവൾക്ക് തോന്നുമ്പോഴാണ് ഓഫീസിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത്. അവള് തനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു വിലയും തരുന്നില്ല. അവളെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ കിരൺ പറയുന്നത്. സാമലക്സ് നിനക്ക് എന്താ തോന്നുന്നു എന്നുള്ള കാര്യം കൂടി ചോദിക്കുമ്പോഴേക്കും സാമലക്സിനാണെന്നുണ്ടെങ്കിൽ കിട്ടിയ അവസരമല്ലേ നീലിമയ്ക്ക് നേരെ പണിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ സാം ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. നീലിമ തന്നോട് ചെയ്തതിനെല്ലാം പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് തനിക്ക് കിട്ടിയൊരു നല്ല അവസരമാണ്. അത് താൻ ഒരിക്കലും കൈവെടിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് കേട്ടോ സാം ചിന്തിക്കുന്നത്. എന്തായാലും ബോസ്, ഒരു കാര്യമുണ്ട്. അവള് സാറിനെ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് പാതിയിൽ നിർത്തുകയാണ് കേട്ടോ. കാരണം താൻ അങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് കിരണിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് സാം അതൊന്ന് എറിഞ്ഞു നോക്കുന്നത്, കൊള്ളൂ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും കിരൺ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറ. അതെന്താന്ന് ബോസ് ഞാൻ പറയാം, പക്ഷേ ഇത് കേട്ടതിന് ശേഷം എന്നെ ചീത്ത വിളിക്കൊന്നും ചെയ്യരുത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നീ സസ്പെൻസ് വിടാം, കാര്യം എന്താന്ന് വെച്ചാൽ സാം തുറന്ന് പറ എന്നുള്ള കാര്യം കിരൺ കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ പറയുന്നത്. കിരൺ ദേഷ്യത്തോടു കൂടിയിട്ടാണല്ലോ ആ കാര്യം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ സാം വേഗം കാര്യം പറയാണ് കേട്ടോ. ഈ മന്ത് അവസാനം നമുക്ക് ഹരിഹരൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അയാളെ കുറച്ച് മോശപ്പെട്ട ഒരാളാണ്, അയാൾ അല്പം മോശക്കാരനാണ് എന്നും അയാളുടെ കൂടെ ഒരാളെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ വെറുതെ വിടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നീലിമയെ ആ മീറ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് അയാളുമൊപ്പമുള്ള 2-3 ഫോട്ടോസ് അവളുടേത് നമുക്ക് എടുക്കാം. അതോടെ അവൾക്ക് അത് വലിയൊരു ചീത്തപ്പേരായിട്ട് മാറും. ചില ഫോട്ടോസൊക്കെ നമുക്ക് തെറ്റായിട്ട് കാണുന്ന രീതിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കുകയും ചെയ്യാം. അത് വെച്ചിട്ട് നീലിമയെ ഭീഷണിപ്പെടുത്താം. അങ്ങനെ മോശപ്പെട്ട ഫോട്ടോസ് എടുത്തിട്ട് നീലിമയെ അവരുടെ വഴിക്ക് കൊണ്ടുവരാനാണ് കേട്ടോ അവരുടെ പരിപാടി. ഫോട്ടോസ് കാണിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയാണ് സാം കിരണിന്റെ അടുത്ത് പറയുന്നത്. സാമിന്റെ ഐഡിയ കേൾക്കുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് കേട്ടോ, താനാള് കൊള്ളാലോ, എന്തായാലും നിന്റെ ഐഡിയ സൂപ്പറാണ്, തന്നെ പോലെ ഒരാളാണ് എന്റെ കൂടെ വേണ്ടത്. എന്തായാലും ഇത് തന്റെ ഐഡിയ ആയതുകൊണ്ട് തന്നെ തനിക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മുഴുവൻ കാര്യങ്ങളും കിരൺ സാമിനെ ഏൽപ്പിക്കാനാണ് ചെയ്യുന്നത്. എന്നാലും ഈ മാസം അവസാനത്തോടു കൂടി തന്നെ നീലിമ ഫിനിഷ് ആണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കിരൺ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുമ്പോഴേക്കും സാമിനും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കിരൺ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ, ഹരിഹരനുമായിട്ട് നീലിമയും മൊത്തം ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഓക്കെയാണ്, പക്ഷെ ആ രാത്രി മൊത്തത്തില് കിരണിന് അവള് വേണമെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. കിരണിന്റെ മനസ്സിലിരിപ്പ് സാം കേൾക്കുന്ന സമയത്ത് സാം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഇയാൾക്ക് ഇവളോടുള്ള ഈ കൊതി ഇതുവരെ തീർന്നിട്ടില്ലേ, അവൾക്ക് പണി കൊടുക്കുന്ന സമയത്ത് അവൾ അനുഭവിക്കാൻ കൂടി ആഗ്രഹിക്കുന്നു അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ, എന്തായാലും അവൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടി പറ്റുമല്ലോ, അതില് ഭയങ്കര സന്തോഷവാനാണ് കേട്ടോ സാം. അങ്ങനെ സാം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇയാളുടെ അടുത്തേക്ക് അവളെ എത്തിക്കണം. അവൾക്ക് മാനം നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അവള് തല പൊക്കി എണീറ്റ് നടക്കില്ല. ചിലപ്പോൾ അവള് ആത്മഹത്യ ചെയ്യാൻ വരെ സാധ്യതയുണ്ട്. ആ ശവം അവൾ എന്തെങ്കിലും ചെയ്യട്ടെ പുറകുന്ന് വിളിക്കുന്നുണ്ട്. സാം കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കില്ല. കിരണിന്റെ സംസാരം കേൾക്കുമ്പോഴേക്കും ഇല്ല സാർ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞാൻ ഉറപ്പ് തരാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സാം പറയുന്നത്. എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റി കഴിഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും ചോദ്യം ചെയ്യുക, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണെന്നുള്ള കാര്യം കൂടി സാമിനോട് കിരൺ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. സാർ എന്തായാലും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇത്തവണ ഒരു പാളിച്ച ഉണ്ടാവില്ല. സാറിന് അവളോടുള്ള ആഗ്രഹം അവളുടെ അഹങ്കാരമെല്ലാം ഞാൻ തീർക്കും. ഈ സാമലക്സ് ആണ് ഈ പറയുന്നത്, എന്നെ വേദനിപ്പിച്ച അവളെ ഞാൻ കരയിക്കുന്നൊക്കെയാണ് കേട്ടോ സാം പറയുന്നത്. അത് കേൾക്കുമ്പോൾ കിരണിന് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും ശാരീരികമായിട്ട് അവളെ തനിക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരിക്കലും സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് പോവില്ലല്ലോ. അതോടുകൂടിയിട്ട് സിദ്ധാർത്ഥുമായിട്ട് നീലിമയ്ക്കുള്ള ബന്ധം അതോടെ അവസാനിക്കുകയും ചെയ്യും. നീലിമ ഒരു മോശം പെണ്ണാണെന്നുള്ള കാര്യം അറിഞ്ഞ സിദ്ധാർത്ഥ് ഒരിക്കലും അവളെ സ്വീകരിക്കില്ല. സിദ്ധാർത്ഥ് എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതെല്ലാം നേടിയെടുത്ത ശീലമാണ് നമ്മുടെ കിരണിനുള്ളൂ. ഇത്തവണ നീലിമയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കണം. ഒരിക്കലും നീലിമയും സിദ്ധാർത്ഥും അടുക്കാൻ വേണ്ടി പാടില്ല. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വെച്ചാൽ അതൊക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചു നിൽക്കുകയാണ് കേട്ടോ കിരൺ. സാമും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ചിന്തിക്കുന്നത്. സാമിനാണെന്നുണ്ടെങ്കിൽ നീലിമയോടുള്ള പക ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ. സാമിനെ ആ ഓഫീസിൽ ഒന്നും അല്ലാതാക്കി തീർത്തല്ലോ നീലിമ, ആ നീലിമയെ ഒന്നും അല്ലാതാക്കി തീർക്കണോ എന്നുള്ള ചിന്തയിലാണ് കേട്ടോ സാം നടക്കുന്നത്. നീലിമയെ എങ്ങനെയെങ്കിലും നാണം കെടുത്തിട്ട് ആ ഓഫീസിൽ നിന്ന് പറഞ്ഞിടണം എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ സാമിനുള്ളൂ. അപ്പോഴും ആ ഓഫീസിന്റെ MDയുടെ ഭാര്യയാണ് നീലിമ എന്നുള്ള കാര്യം സാമിന് അറിയില്ലല്ലോ. എന്നാൽ നമ്മുടെ നീലിമയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ചർച്ചകളും കാര്യങ്ങളും ഒന്നും അറിയില്ലല്ലോ. നീലിമ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ ഓഫീസിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കിട്ട ജോലിയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്